ഞാനിവിടെ കുറച്ച് ഇഞ്ചി നട്ടായിരുന്നു. ഇഞ്ചി വലുതായിട്ടൊന്നും ആയില്ല. അവിടെ എവിടെയൊക്കെ ഓരോന്നുണ്ട്. അപ്പോൾ അത് പറിക്കുമ്പോൾ ഞാൻ അല്ല നമ്മൾ കൈ നട്ടാൽ നോക്കട്ടെ. തൂമ്പ ഇളകിപ്പോയി. ഇതിപ്പോൾ എല്ലാം ഉണങ്ങി പോയതുകൊണ്ട് അറിയത്തില്ല എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഒത്തിരിയൊന്നും ഇല്ലായിരുന്നു. പ്രാവശ്യം കുറവാണ്. വിത്തിനൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഒക്കെ ഉണ്ടായിരുന്നു, നോക്കട്ടുണ്ടോ. അയ്യോ ഒന്നുമില്ല, ഇച്ചിരി ഉള്ളത്. നോക്ക്, കഷ്ടമായിപ്പോയി. മണ്ണിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. ഇല്ല എന്താ ഒത്ത് ഇല്ലേ, ഇതൊന്നും ഇല്ലല്ലോ. നട്ടതാണല്ലോ, കാണുന്നില്ലല്ലോ. അപ്പുറത്തുണ്ട്, അതൊക്കെ കൂടി പറിക്കാം. അപ്പോൾ ഇവിടെ ഇഞ്ചി പറിച്ചെടുത്ത് നമുക്ക് ഒരു പയറ് വിത്തിട്ട് കൊടുക്കാം. ആ നീളമുള്ള കറുത്ത പയറിൻ്റെ ഇവിടെ ഇട്ടു, ഇവിടെ ഇട്ടു. അപ്പോൾ അവിടുത്തെയൊക്കെ നല്ലപോലെ കിട്ടി. അപ്പോൾ ഇനി ഗ്രോ ബാഗിൽ നട്ടത് നോക്കാവേ. ഇതുണ്ട്, ഇപ്രാവശ്യം ഒന്നുമില്ല. ഇതിനകത്തെല്ലാം പറിക്കുന്നതായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ ഈ ഗ്രോ ബാഗിനകത്തെ വന്ന് പറിച്ചെടുത്തോണ്ട് പോകും. പിന്നെ അങ്ങനെ കാണുന്നു. ഇപ്രാവശ്യം അതിനകത്തുമില്ല. അപ്പോൾ ഇഞ്ചി പറിക്കാൻ വന്നപ്പോൾ ഇത് കണ്ടോ, ഇതൊരു സൈസ് വലിയ മരമാകുന്ന വെണ്ടയാണേ. ഇത് അപ്പുറത്തെ വീട്ടിലത്തെ അവിടുത്തെ അവർ നാട്ടിൽ നിന്ന് വന്നപ്പം വായ്പൂരുന്ന് കൊണ്ടുവന്നാന്നാണ് പറഞ്ഞത്. ഇത് വലിയ ഇങ്ങനെ മരം പോലെ ആകും, നാടൻ വെണ്ടയാണ്. ഇപ്പോൾ 2-3 വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, ഞാൻ പറിച്ചെടുത്തു. അപ്പോൾ ഇത് നമ്മുടെ മറ്റേ വെണ്ട പോലല്ല. മറ്റേതൊക്കെ പെട്ടെന്ന് 2-3 കാ കഴിഞ്ഞപ്പോഴേ എൻ്റെ വെണ്ടയുടെ എല്ലാം കാഫലം കുറഞ്ഞു. അപ്പം ഇത് ഒരു വിത്ത് തന്നതാണ് അവർ. പക്ഷേ ഒരെണ്ണേ കിളുത്തുള്ളൂ. കുറേ വിത്തിട്ടിട്ട് വിത്തെല്ലാം മോശമായിരുന്നു. അപ്പോൾ ഇതുണ്ട്. പിന്നെ ഇതെൻ്റെ അതിനെ കാണിക്കണ്ട, അതൊന്നും ഇല്ല സുഹൃത്തുക്കളെ, ഇഞ്ചി ഇല്ല. അപ്പോൾ ഇഞ്ചി പറിക്കാൻ വന്നപ്പോൾ ഇത് കണ്ടോ, ഇതൊരു സൈസ് വലിയ മരമാകുന്ന വെണ്ടയാണേ. ഇത് അപ്പുറത്തെ വീട്ടിലത്തെ അവിടുത്തെ അവർ നാട്ടിൽ നിന്ന് വന്നപ്പം വായ്പൂരുന്ന് കൊണ്ടുവന്നാന്നാണ് പറഞ്ഞത്. ഇത് വലിയ ഇങ്ങനെ മരം പോലെ ആകും, നാടൻ വെണ്ടയാണ്. ഇപ്പോൾ 2-3 വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, ഞാൻ പറിച്ചെടുത്തു. അപ്പോൾ ഇത് നമ്മുടെ മറ്റേ വെണ്ട പോലല്ല. മറ്റേതൊക്കെ പെട്ടെന്ന് 2-3 കാ കഴിഞ്ഞപ്പോഴേ എൻ്റെ വെണ്ടയുടെ എല്ലാം കാഫലം കുറഞ്ഞു. അപ്പം ഇത് ഒരു വിത്ത് തന്നതാണ് അവർ. പക്ഷേ ഒരെണ്ണേ കിളുത്തുള്ളൂ. കുറേ വിത്തിട്ടിട്ട് വിത്തെല്ലാം മോശമായിരുന്നു. അപ്പോൾ ഇതുണ്ട്. പിന്നെ ഇതെൻ്റെ അതിനെ കാണിക്കണ്ട. കണ്ടോ, എൻ്റെ അമ്പഴത്തേൽ ഇത് അടുത്ത പൂങ്കുല വരുന്നുണ്ട്. കണ്ട ഉണ്ടാ, ഞാൻ ഉണ്ടായിരുന്നു, പറിച്ചെടുത്തു. ഇപ്പോൾ കണ്ടോ വരുന്നുണ്ട് ചെറുതായിട്ട്. കണ്ടോ, ഇത്രേ കിട്ടിയുള്ളൂ. പിന്നെ അപ്പുറത്ത് കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇന്നാൾ പറിച്ചെടുത്തായിരുന്നു. മഞ്ഞളൊക്കെ പറിച്ചപ്പം ഇതിൽ കുറച്ച് വിത്തിന് വെക്കും. ഒന്നും ഒരു ശരിയായില്ല. ഈ പ്രാവശ്യത്തെ എല്ലാം കളിപ്പിലായിപ്പോയി. എന്നാന്നറിയത്തില്ല, കാലാവസ്ഥയുടെയൊക്കെ കൊണ്ടായിരിക്കും. പിന്നെ പണിയെടുക്കലും കുറഞ്ഞു പോയതിൻ്റെ കൊണ്ടായിരിക്കും. ഇത് നല്ലത് നോക്കിയൊക്കെ ഞാൻ പെറുക്കി വെക്കും അടുത്ത പ്രാവശ്യത്തേക്കിന്. അന്നത്തേത് കുറച്ച് നല്ലതായിരുന്നു, അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കിത് ഇങ്ങനെ നല്ലതൊക്കെ വെക്കാം, ഗ്രോ ബാഗിൽ വെക്കാം അടുത്ത പ്രാവശ്യം.